വന്ദന ഫ്രാൻസിസിന്റെ സഹോദരി ദീപ ഫ്രാൻസിസ് ആണ് ഇപ്പോൾ ഇതാ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജയിലിലേക്ക് എത്തിയത്. അവർ അകത്തേക്ക് കയറുകയാണ്. കയ്യിൽ ചില സാധനങ്ങളുമുണ്ട്. എന്തായാലും നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ തേടാം. CPIയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ ഛത്തീസ്ഗഡിലെ BJPയുടെ, അതിൽ രാജീവ് ചന്ദ്രശേഖരനെ മെൻഷൻ ചെയ്തുകൊണ്ട് മുതലക്കണ്ണീരാണ് നിങ്ങൾ ഒഴുക്കുന്നത് രാജീവ് ചന്ദ്രശേഖരെ എന്ന് CPI പറയുന്നു. അത് നമുക്കൊപ്പം ഇതാ സന്തോഷ് കുമാർ എം ചേരുന്നു. മുതലക്കണ്ണീർ ഒഴുക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? രാജീവ് ചന്ദ്രശേഖർ മുതലക്കണ്ണീർ ഒഴുക്കാൻ വേണ്ടി മാത്രമാണ് അധ്യക്ഷനായത് തന്നെ കേരളത്തിൻ്റെ. അത് വളരെ തെളിവാണുള്ളത്. പിന്നെ അവർ പോസ്റ്റ് പിൻവലിച്ചു. അതുകൊണ്ടെന്താണ് പോസ്റ്റ് പിൻവലിച്ചു, അത് ജനങ്ങൾ അറിയണത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ ഒരു കമന്റേറ്റിന്റെ പാർട്ടി ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്. ശരി 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 എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം CPIയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ദീപ ഫ്രാൻസിസ്, അവർ ജയിലിൽ കഴിയുന്ന വന്ദന ഫ്രാൻസിസിന്റെ സഹോദരിയാണ്. ചില സാധനങ്ങളുമായി അവരെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടാണ് ആദ്യ ദിവസം നമ്മൾ അവരെ, അതായത് ഈ കന്യാസ്ത്രീകളെ കാണുന്നതിന് വേണ്ടി ദീപ ഫ്രാൻസിസ് എത്തിയ ദിവസം നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു. വലിയ സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ അകത്തേക്ക് അവർ കടന്നു പോകുമ്പോൾ ഇപ്പോഴൊന്നും പറയാനില്ല, തിരിച്ചു വന്നിട്ട് പറയാമെന്ന പ്രതികരണമാണ് ഉണ്ടായത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി ഈ രണ്ട് കന്യാസ്ത്രീകളുടെയും സഹോദരങ്ങൾ ജയിലിന് മുന്നിലേക്ക് എത്തുന്നു. ഇടദമ്പിമാർ എത്തിയിരിക്കുന്നു. ഇവിടെ ജോസ് കെ മാണി, നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ ദൃശ്യങ്ങൾ കാണാം. ജോസ് കെ മാണിയും ജോൺ ബ്രിട്ടാസും P സന്തോഷ് കുമാറും ജോസഫ് മാത്യുവുമാർ സംസാരിക്കുകയാണ്. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീയുടെ സഹോദരനാണ്. എന്തായാലും ജയിൽ പരിസരം ഇപ്പോൾ ഒരുപക്ഷെ 10 മിനിറ്റിനകം ഈ ജാമ്യം ലഭിച്ചേക്കാം എന്ന വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്നതിന്റെ കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. വേഗത്തിൽ തിരികെ വരാം. ഇപ്പോൾ